അത് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ തന്നെയാണ്. ഈ ആക്ടർ പറഞ്ഞിട്ട് താഴത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചതും സെക്യൂരിറ്റി ടീമിനെല്ലാം വിളിച്ച് പറഞ്ഞ് എലിസബത്ത് വരാണെങ്കിൽ കയറ്റി വിടരുതെന്ന് പറഞ്ഞതും ഞാനാണ്. ആര് പറഞ്ഞിട്ട്? സുപ്രധാന നടൻ പറഞ്ഞിട്ട്. ഈ നമ്മൾ പണ്ട് ഒരു പുരാവസ്തു തട്ടിപ്പിൻ്റെ ഒരാളുടെ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറേയധികം സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ടർ ഫാല ഡോക്ടർ എലിസബത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒരു സംവിധായകൻ, അല്ലെങ്കിൽ സംവിധായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സംവിധായകനാകാൻ വേണ്ടി ഫാലയുടെ അടുത്തെത്തി അവസാനം ഫാല ആശുപത്രി, നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കിടന്ന സമയത്തൊക്കെ ഫാലയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്നലെ ഈ ഒരു ഫാലയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതായിരിക്കും. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏകദേശം അരമണിക്കൂറോളമുള്ള വീഡിയോ ആണ്. അത് മൊത്തം കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് നിങ്ങളെയും കാണിച്ച് ഒന്ന് റിയാക്ട് ചെയ്യാം, എന്റെ അഭിപ്രായങ്ങൾ പറയാമെന്ന് കരുതി. അതോടൊപ്പം തന്നെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് കൈമടക്ക് ഒരുപാട് കിട്ടിയോ? അതുകൊണ്ടാണോ നിങ്ങൾ ഈ ഒരു സ്ത്രീ വന്ന് ഇത്രയും പറഞ്ഞു? അവര് പറഞ്ഞത് പോട്ടെ, അവരെ സപ്പോർട്ട് ചെയ്തത് ആ വേറൊരു വ്യക്തി വന്നു. ഫാലയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാള് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം, ഏത് കോടതിയിലും പറയാം എന്ന് പറഞ്ഞ് മുന്നോട്ടൊരാൾ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല? ഇന്നും ഞാൻ കണ്ടു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെയിൻ സ്ട്രീം ചാനൽസ് ആകെ ഈ ഫാല എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഇവർക്കൊക്കെ എതിരെ, ഈ എലിസബത്തിനും ഒക്കെ എതിരെ കേസ് കൊടുക്കാൻ പോയപ്പോൾ മാത്രം മെയിൻ സ്ട്രീം ചാനലുകൾ അവിടെ ചെന്നു, കോളാമ്പിയും കൊണ്ട് അയാൾക്ക് പറയാനുള്ള എല്ലാം എടുത്തു, അയാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോകളും വന്നു. ഇന്നലെ തൊട്ട് ആകെ ഒരു ചാനലിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഈ ഒരു എലിസബത്ത് പറയുന്നതിനകത്തെ മെയിൻ പോയിന്റ്സ് എടുത്ത് അവര് ഈ ഫാലയ്ക്കെതിരെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്, അത് പോസ്റ്റേഴ്സ് ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ തൊട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഉൾട്ടയായി തിരിഞ്ഞു. ഇപ്പൊ എല്ലാം ആ ഒരു അണ്ണന് സപ്പോർട്ടാണ്. അണ്ണൻ എലിസബത്തിനെ ഒരുപാട്, കുറച്ചു മുമ്പ് ഞാൻ കണ്ടൊരു പോസ്റ്ററാ, അണ്ണൻ ഒരുപാട് എലിസബത്തിനെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റേഴ്സ് ആണ് ഇപ്പൊ വരുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സ്ത്രീ, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ച് അയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് വണ്ടി വല എടുത്തുകൊണ്ട് പോലീസുകാർ പോകാറുണ്ട് അവനെ പിടിച്ചകത്തിടാൻ. അങ്ങനെ ഒരു നാട്ടില് ഒരു സ്ത്രീ വന്ന് ഒരു വ്യക്തിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ പറഞ്ഞു, അതിനുശേഷം എന്താ വേറൊരു വ്യക്തി വരുന്നു, അവർ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ട് പോലും ഇവിടെ ആർക്കും ഒന്നും ചെയ്യാനില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ബാക്കിലേക്ക് വലിഞ്ഞു നിൽക്കുന്നു? എന്നെ പോലുള്ള കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് വന്ന് സംസാരിക്കുന്നുണ്ട്. കിട്ടും പണി നമുക്കൊക്കെ, അധികം വൈകാതെ നമ്മുടെ കൂടെ അങ്ങ് മൂടിക്കെട്ടിക്കും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ഇത് തീർന്നു. ഇവിടെ പുറത്തു നിർത്താൻ കണ്ട തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നു കിടന്ന്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങനെ പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയാതിരിക്കാൻ തോന്നുന്നില്ല. ഒരുത്തരം അവിടുന്ന് ഇവിടെ വന്നു കിടന്ന് ഇത്രയും അറാമ്പറപ്പ് കാണിച്ചിട്ട് നമ്മുടെ നിയമത്തെ വരെ ചോദ്യം ചെയ്യുന്നു. നിയമം ഇവിടെ എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത്? ഇവന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണോ? എനിക്കറിയില്ല. ഇതിനൊക്കെ നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്നെ പോലുള്ള ആളുകൾക്ക് വീഡിയോ ചെയ്യാം, നിങ്ങളെ പോലുള്ള ആളുകൾ ഇതൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയുക. നമ്മളെ കൊണ്ട് അത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസും പോലീസുകാർക്കും അതുപോലും പറ്റുന്നില്ല. എന്തായാലും നമുക്കിനി പാലയ്ക്കെതിരെ സാക്ഷിയായി മുന്നോട്ട് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം. പണ്ട് ഈ ഒരു പാലയുമായി കണക്ട് ചെയ്ത ഒരു വ്യക്തിയുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അകത്താണ് ജയിലില്, മോൻതൻ മാമങ്കൽ, അറിയാലോ. അയാളുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ഈ ഒരു വ്യക്തി, ഈ ഒരു സാക്ഷി പറയുന്നുണ്ട്. അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, പലതും അയാൾ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ പറഞ്ഞ പോലെ വലിയ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് പോർഷൻസ് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. നമുക്കപ്പോ ഒന്ന് കണ്ടു തുടങ്ങാം. ഈ നമ്മൾ പണ്ട് ഒരു പുരാവസ്തു തട്ടിപ്പിൻ്റെ ഒരാളുടെ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറേയധികം സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരി എലിസബത്തും അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് ഞാനൊരു സഹോദരിയായിട്ട് കണ്ടിട്ടുള്ള അമൃതയും അത് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
എലിസബത്ത് എന്താണെങ്കിലും ഈ ഒരു മോൺടൺ മാമ്പുകളുമായി കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോയിലൂടെ തന്നെ. ഇപ്പൊ അത് അദ്ദേഹവും വന്ന് പറയുന്നുണ്ട്. അയാളുടെ വീട്ടിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ ഒരു പാള അണ്ണന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അതിനകത്തുനിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇവർ തമ്മിൽ നല്ല അങ്ങോട്ട് കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ഇപ്പോ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ ഒരു മോൺടൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യക്തി അകത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് നമ്മുടെ പാളത്തേട്ടൻ അങ്ങ് വലിഞ്ഞു. എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ അയൽക്കാർ അത്രയുള്ള ഒരു ബന്ധങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക്, അത്രയല്ല ഈ അണ്ണന് പറയാൻ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പട്ടി ഷോ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കും. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ അയാൾക്ക് കാണിക്കാം. നമ്മളിൽ കുറെ ആളുകൾ പുള്ളിക്ക് ചെയ്യും വിളിച്ച് ഇപ്പോഴും ചെല്ലുന്നുണ്ട് പുറകെ. ഇല്ലേ? നിങ്ങൾ പറ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കണ്ടു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇനിയും പൈത്ത കൊടുത്ത് ഇടിയിപ്പിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പൈത്ത കൊടുത്ത് ഇവിടെ പലതും ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും തെളിവുകൾ അദ്ദേഹത്തിനെതിരെ വന്നു? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വോയിസ് തന്നെ എലിസബത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടു. ഒരക്ഷരം അതിനെപ്പറ്റി പുള്ളിയും പറയുന്നില്ല, ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലിലും അതിനെപ്പറ്റിയൊന്നും ചർച്ചയില്ല. അദ്ദേഹം ഒരു കേസ് കൊടുക്കാൻ പോയാൽ എല്ലാം കൂടെ ചെല്ലും കോളാമ്പിയായിട്ട്. കഷ്ടം, വളരെ വളരെ കഷ്ടം. ബാക്കി കാണാം നമുക്ക്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അമർഷം തോന്നും. കാരണം സ്ത്രീ നിയമത്തെ പറ്റി, സ്ത്രീകൾക്കുള്ള സുരക്ഷയും നിയമത്തെയും പറ്റി വളരെയധികം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നാടാണ് കേരളം, ഈ സമൂഹം. എന്നിട്ട് ഇവിടെ ചിലപ്പോൾ എന്താ നമ്മളൊരു കീഴ്വായു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതായിരിക്കും നാളത്തെ ഇവിടെ മാപ്രകളുടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഞാൻ മാപ്രകളെ കുറ്റം പറയുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇത്രയും ദിവസം കഴിഞ്ഞ മാർച്ചോടെയാണ് എൻ്റെ സഹോദരി എലിസബത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ, അതേപോലെ അനന്തു, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഒരു സുപ്രധാന നടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡിഫമേഷൻ കേസ് വരുമെന്ന് പറഞ്ഞിട്ട്. എലിസബത്ത്, അങ്ങനെ കുറച്ച് പേര്, ചെകുത്താൻ, സാത്താൻ, പിന്നെ എന്തൊരു ബീവി, അങ്ങനെ എന്തോ പറഞ്ഞു കുറച്ച്. ഞാൻ എല്ലാം കണ്ടിട്ടില്ല. കുറച്ച് പേര് ഇവർ പോസ്റ്റ്. അപ്പോൾ ഇവരുടെ കുറച്ച് പേരുകൾ മാത്രം എടുത്തു വെച്ചിട്ട് എന്താണ് ഉദ്ദേശം? ഒന്നുമില്ല. ചാനൽ കൂട്ടിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്ന ആളുകളുടെ വാ പൊത്തുക, ഇത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഈ മാധ്യമ പ്രവർത്തകർ, ഞാൻ ആലോചിക്കുക, ഒരു കമ്മീഷണർ ഓഫീസിൻ്റെ പുറത്തോട്ട് വന്നിട്ട് അതിന് പുറത്ത് നിന്ന് ഓപ്പണായിട്ട് പറയാണ് തല്ലും പില്ലും എന്തൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട് പല സ്ഥലത്തും. ഒരു പക്ക ഡ്രാമയാണോ അവിടെ നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇദ്ദേഹം ഈ തല്ലും കൊല്ലും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ ഒരു നടന്റെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇനി എനിക്ക് അറിയാം ഇതൊക്കെ കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്കിട്ടൊക്കെ പണി തരും എന്നുള്ള മൂടി തന്നെ പുള്ളി ഇന്നലെ സംസാരിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ പുള്ളി പറഞ്ഞിട്ടും മാധ്യമങ്ങൾ അതുമാത്രം പുള്ളി ഇപ്പൊ ഇന്നലെ ആ ഒരു മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ പോലും അയാൾ ഇത് പറഞ്ഞപ്പോ എടി പോടി എന്ന് വിളിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തേമ്പിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിനെപ്പറ്റി ഒന്നും ഒരു ചാനലിൽ പോലും സംസാരിക്കുന്നില്ല. വേറെ വല്ലവരും ഇത് പറഞ്ഞെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വേറെ വല്ലവരും ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഈ മാധ്യമങ്ങൾ? നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, എന്തൊക്കെയാണെങ്കിലും നിയമം കയ്യിലെടുക്കരുത് എന്നും പറഞ്ഞ് വലിച്ചു കീറി ഒട്ടിക്കാൻ നടക്കും. ഇദ്ദേഹത്തിന്റെ കേസിൽ മാത്രം എന്താ അതൊന്നും നടക്കാത്ത? എനിക്ക് എന്റെ സംശയം അത്ര മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രിയപ്പെട്ട പോലീസുകാരോടും എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും എന്റെ ഒറ്റ സംശയം ഇത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുന്നില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഒരാൾ പോലും അതിനെ ചോദ്യം ചെയ്തില്ല. നമ്മൾ വേറെ ആര്? എലിസബത്ത് ആണെങ്കിൽ ഇപ്പൊ ഈ വ്യക്തി ഇത്രയും പേരൊക്കെ വന്ന് പറഞ്ഞു, മേലൊരു സാക്ഷിയായിട്ട് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ വേണമെങ്കിലും പറയാൻ നോക്കി ഇയാൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു ചാനൽ പോലും ഇത് കവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ആരെ പേടിച്ച്? ഈ കണ്ട അവിടുന്ന് വന്ന് ഈ അണ്ണാച്ചിയൊക്കെ പേടിച്ച് നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്തിന്? ഇവന്റെ കയ്യിൽ അതിന് മാത്രം ഇവന്റെ 250 കോടി കൊണ്ട് പോകാൻ പറ. ഇവിടെ വേറെ നടന്മാരൊക്കെ ഇല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ, അവര് ചെയ്തോളൂ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ നല്ല കാര്യങ്ങൾ. ഇവന്റെ നാട്ടിൽ പോയി ചെയ്യട്ടെ. എന്തിനിവിടെ വന്ന് മലയാളികളെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുക, നമ്മൾ സംസാരിക്കുന്നതിന് നമ്മളെ വാ മൂടിക്കെട്ടാൻ നോക്കുക. ഇതൊക്കെ എത്രയാണെന്ന് വെച്ച് മിണ്ടാതെ കേട്ടോണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇച്ചിരി നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങളോട് നിങ്ങൾക്ക് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെയൊക്കെ കൂടെ നിൽക്കുക. ഇപ്പൊ ഒരു വ്യക്തി വന്ന് സാക്ഷിയും പറയുന്നു, നിങ്ങൾക്കായിട്ട് തന്നെ കേസെടുത്തൂടെ? ആ ലേഡി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള നേരത്തെ അവർ പറഞ്ഞു.
അവര് പോയിട്ട് അവരുടെ സമയം കളയുക, ലാസ്റ്റ് കോംപ്രമൈസ് ചെയ്ത് അങ്ങ് വിടിയിപ്പിക്കും. ബാക്കി എലിസബത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്, ഇദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. എന്തുകൊണ്ട് എലിസബത്ത് കൊടുത്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എലിസബത്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു, വാങ്ങാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരു സ്ഥലത്തുനിന്നും ഈ പരിപാടി ലിവർ എന്ന് പറയുന്ന ഒരു സാധനം, കോഴിയുടെ ലിവർ കേട്ടോ, അത് കോഴി എന്താ എനിക്കറിയില്ല ആ സാധനം, അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വീണ്ടും ഇവരെ സമീപിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഈ എലിസബത്തിനെ ഇവിടേക്ക് കയറ്റരുത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയും സീരിയസ് ആയപ്പോഴും ആ പാവം എൻ്റെ പപ്പയും മമ്മിയും എല്ലാവരും കൂടി ആ സമയത്ത് എലിസബത്തിൻ്റെ ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പറയുക, എനിക്ക് അവിടെ ഉണ്ട് അദ്ദേഹം ആ സമയത്ത്. അടി ഇവരെ ആരും കയറ്റി വിടണ്ട എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ തന്നെയാണ്. ഈ ആക്ടർ പറഞ്ഞിട്ട് താഴത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചതും സെക്യൂരിറ്റി ടീമിനെ എല്ലാം വിളിച്ച് പറഞ്ഞ് എലിസബത്ത് വരാണെങ്കിൽ കയറ്റി വിടരുന്നത് പറഞ്ഞതും ഞാനാണ്. ആര് പറഞ്ഞിട്ട്? സുപ്രധാന നടൻ പറഞ്ഞിട്ട്. ആ വ്യക്തി അപ്പൊ അതും കൂടെ തുറന്നു പറയുകയാണ്. എലിസബത്ത് കഴിഞ്ഞ ദിവസം അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അവരെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല എന്നുള്ള കാര്യം. ഈ വ്യക്തി ആ വ്യക്തി തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞാനാണ് സെക്യൂരിറ്റിയോട് പറഞ്ഞത് എലിസബത്തിനെ കയറ്റി വിടരുത് എന്നുള്ളത്. ആര് പറഞ്ഞിട്ട്? ആക്ടർ ഫാലയണ്ണൻ പറഞ്ഞിട്ട്. ഫാലയണ്ണൻ എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിയുടെ പേര് പോലും ഇവിടെ പറയുന്നില്ല കേട്ടാ. പാലക്കാരൻ അണ്ണൻ പോരെ, പാളയണ്ണൻ പറഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിച്ചത്. ഇതാ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നിങ്ങളെ എടുത്ത് തലയിൽ വെക്കണോ അണ്ണ? ഉണ്ണെ ഞങ്ങൾ എല്ലാവരും എടുത്ത് തലയിൽ വെച്ച് ഡാൻസ് ആടണമാ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ, സപ്പോസ് കൊടുത്താൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തലയിലാവും. എവിടെ? നമ്മുടെ അണ്ണാത്തേരെ ബഡ്ജറ്റില്ലേ, മൊത്തം ഇവർ കൊണ്ടുപോകും എന്ന് അണ്ണൻ വിചാരിച്ചു. അപ്പോൾ അണ്ണൻ എന്താ വേണ്ടേ? അണ്ണന് വേണ്ടത് അവിടെ കെയറിങ്ങിന് ഒരാൾ മാത്രം മതി. അപ്പോൾ ആ സമയത്ത് വേറൊരു പുതിയൊരു ഡോണർ വരുന്നു. ഈ സുപ്രധാന നടൻ്റെ ഒരു ജിം ട്രെയിനറായിരുന്ന ഒരാൾ, അവരുടെ ഒരു കൂട്ടുകാരൻ അവരെ ഈ പറഞ്ഞ ആക്ടറുടെ കൂടെയുള്ള മറ്റൊരു എന്താ പറയുക ആക്ടർ അവരുടെ ഒരു കെയർ ഓഫിലാണ് ഇത് തന്നെ. ഞാനാണെങ്കിൽ സത്യമായിട്ട് എൻ്റെ ലിവർ അല്ല ഒരു സാധനം ഞാൻ കൊടുക്കില്ല. 10 വയസ്സാണ്, ചത്തുപോയി എന്ത് ചെയ്യും? ഒരു ഗുണമില്ല അയാൾക്ക് കൊടുത്തിട്ട്. സഹാനുഭൂതി ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാശ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. 25 ലക്ഷം കൊണ്ട് ജീവിതം കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവർ കൊടുക്കാൻ തയ്യാറായിരുന്നു, അതെനിക്കറിയാം. പിന്നെ ലീഗൽ പേപ്പറിൽ ഒരിക്കലും ഈ എലിസബത്ത് ലീഗലായിട്ടല്ല മാരേജ് കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ. ആ സത്യം ഞാൻ അറിയുന്നത് ആ സമയത്താണ്. കാരണം അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ പറഞ്ഞ സുപ്രധാന നടൻ്റെ വൈഫാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എലിസബത്തിൻ്റെ ഒരു ആവശ്യം വന്നില്ല. അപ്പോൾ എലിസബത്ത് അവിടെ നിന്ന് എന്തായി? കെയർ ടേക്കർ. ഓക്കെ, അപ്പോഴും ഇദ്ദേഹം കേട്ടോ നമ്മളോട് പറയുന്നത് എന്താ? എലിസബത്തിനെ കയറ്റരുത്, അവൾ ലൂസ്. അത് കഴിഞ്ഞിട്ട് അതേ അറ്റ് ടൈമിൽ മച്ചാൻ എന്ത് ചെയ്യണേ? കോളാണ് രാത്രി കിടന്നിട്ട്. ആർക്ക്? എലിസബത്തിന്. ഇത് എലിസബത്ത് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ പരിപാടി? ഇദ്ദേഹത്തിന്റെ പരിപാടി നല്ല പരിപാടി. എലിസബത്ത് ഒരു രോഗാവസ്ഥയൊക്കെ പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിന്, അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിയ ഒരു സാധനമൊക്കെ. ഇങ്ങർക്ക് അത് മാത്രമൊന്നുമല്ല, ഇങ്ങർക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇദ്ദേഹം ഒരു നല്ല മദ്യപാനിയായിരുന്നു, അടിച്ച് പിട്ടായി പലതും കാണിച്ചിട്ടുണ്ട്. അതിരാത്രി 1:30 കൂട്ടുകാരനെ വിളിച്ച് ഭാര്യ എന്നിപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട്, മറ്റേ മാരേജ് സർട്ടിഫിക്കറ്റും ഒന്നുമില്ല. എലിസബത്തിന്റെ വിധി ഇവന്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോയ ആ പെങ്കൊച്ചിന് അതാണല്ലോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. സഹതാപം തോന്നുന്നുണ്ട് ആ പെൺകുട്ടിയോട്. പക്ഷെ മോളെ നീയായിട്ട് തന്നെ വരുത്തി വെച്ചതായത്. നീ പോയി പെട്ടു, നിന്റെ ഗതികേട് തല ഊറി പോവുക, നീ പോയി രക്ഷപ്പെട്ടു. പക്ഷെ എന്നാലും എനിക്കറിയില്ല, ഈ പെൺകുട്ടിക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും ചെയ്യുക, നിങ്ങളും മാക്സിമം വീഡിയോ കാണുക, താഴെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എന്തെങ്കിലും പോലീസുകാരൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധി വെച്ചല്ലോ എന്ന് പോലീസുകാർക്ക് മനസ്സിലാവട്ടെ. ആളുകൾ ഒരാളും, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതിന് നിൽക്കത്തില്ല. നമുക്ക് പറ്റത്തില്ല അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. കാരണം അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മളെ മറ്റേ വാ തുറന്ന കൊന്നു കഴിയുമെന്നുള്ള മൂഡിലൊക്കെ സംസാരിക്കുന്ന ഒരുത്തനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്ത് കണ്ടാലും മിണ്ടാതിരുന്നോണം, ബാ പൊത്തിക്കോണം. ബാ പൊത്തിയില്ലെങ്കിൽ
മോനെ നീ തീർന്ന്. അതാണ് വായും പൊത്തി കണ്ണും പൊത്തിതേ ഇങ്ങനെ നിക്കണം. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അണ്ണ ഹാപ്പി. അണ്ണ ഹാപ്പി. പറ്റുമെങ്കിൽ അണ്ണനെ 2 ജെയ്യും വിളിച്ചു കൊടുക്കണം. സൂപ്പർ. എന്താണെങ്കിലും കൊള്ളാം പാലയണ്ണ. പിന്നെ എലിസബത്ത് കൊടുക്കാൻ റെഡി ആയിരുന്നു ലിബറൊക്കെ. എലിസബത്തെ, നിങ്ങൾ കൊടുക്കാതിരുന്നത് വലിയൊരു കാര്യമായിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കാതിരുന്നവര് നിങ്ങൾ രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ പോയേനെ. നിങ്ങളുടെ മനസ്സിലായില്ലേ? തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു ഈ തേട്ടായി. നിന്റെ ആ ഒരു കാര്യത്തിൽ നീ രക്ഷപ്പെട്ടു. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു. ഇവിടെ ആരെയും മറ്റേ വലിച്ചു കീറാനോ താത്തി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളായിട്ട് പുതിയ തെളിവുകളൊന്നും ഉണ്ടായിക്കൊണ്ട് വരുന്നുമില്ല. നിങ്ങളുടെ കൂടെ നിന്ന ആളുകൾ വന്ന് സംസാരിക്കുന്നത് മാത്രം എടുത്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ആഡഡ് ഷുഗറോ ആഡഡ് ഒന്നുമില്ല. കൊറോണ വൈറസ് ഒന്നും ഇട്ടിട്ടല്ല നമ്മളിത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഒരുപാട് ഇങ്ങനെ കത്തിക്കേറി വൈറസ് പിടിക്കാനൊന്നും ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇച്ചിരിയൊക്കെ ബുദ്ധിയുള്ളവരാടേ നമ്മുടെ നാട്ടിലുള്ളവര്. ഓക്കെ ഓക്കെ അണ്ണാ, പുറിഞ്ചിക്കോ ഇങ്ങ ബുദ്ധി ഇറക്ക് ആളുകൾക്ക്. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.